അമ്മ വളരെ മിടുക്കിയാണ്. നമ്മുടെ അമ്മമാരുടെയൊക്കെ അടുത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ടല്ലേ, അത്യാവശ്യം മാജിക്കും ഒക്കെ അവർക്ക് അറിയാമല്ലേ. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തെന്നോ, ഒരു ഉപായം കണ്ടെത്തി. അമ്മ ഒരു തൂവാല എടുത്ത് ഒരു തൊട്ടിലുണ്ടാക്കി. എന്തുണ്ടാക്കി? ഒരു തൊട്ടിലുണ്ടാക്കി. എന്നിട്ട് പിങ്കുവിനോട് പറഞ്ഞു, നാളെ നമ്മൾ പറക്കുമ്പോ അമ്മ മോനെ ഈ തൊട്ടിലിൽ കിടത്തും. എന്നിട്ട് ഈ തൊട്ടിൽ അമ്മ എന്ത് ചെയ്യും? കടിച്ചു പിടിക്കും. എല്ലാവരും ഓരോ തൊട്ടിലുണ്ടാക്കാമോ? കൈകൊണ്ട് എങ്ങനെ മിടുക്കി ആ മോള് ചെയ്തിരിക്കുന്ന പോലെ കൈകൊണ്ടൊരു തൊട്ടിലുണ്ടാക്കിയേ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മള് ഈ തൊട്ടിലാണ് പിങ്കുവിനെ കൊണ്ടുപോകാൻ പോകുന്നത് അല്ലേ? റെഡിയാണോ? അപ്പൊ പിങ്കുവിന്റെ ആദ്യത്തെ ആകാശയാത്ര എന്ന പുസ്തകത്തിലെ ഈ പിങ്കുവിന്റെ യാത്രയാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. കേൾക്കാൻ റെഡിയാണോ? ആ യാത്ര എങ്ങനെയായിരുന്നു, രസകരമായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? നമുക്ക് നോക്കാം. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആകാശത്തിന്റെ മഞ്ഞ നിറം പതിയെ നീല നിറത്തിന് വഴിമാറി കൊടുക്കുകയാണ്. ഇപ്പോൾ കടലുണ്ടിയിൽ നിന്ന് നോക്കിയാൽ ആ പക്ഷിക്കൂട്ടം നടുഭാഗം കൂർത്ത ഒരു വര പോലെയുണ്ട്. പിങ്കു അമ്മയുടെ കൊക്കിലെ തൊട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് താഴെ ഭൂമിയിലെ കാഴ്ചകൾ കണ്ട് അന്തം വിട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ്? തൊട്ടിലിൽ പിങ്കു ഇങ്ങനെ കിടക്കുക. എല്ലാരും പിങ്കുവായി മാറിക്കേ, എന്നിട്ട് നോക്കിയേ. കാഴ്ച കാണുന്നുണ്ടോ? എന്തൊക്കെ കാഴ്ചകളാ നിങ്ങൾ കാണുന്നേ? പിങ്കുകൾ കാണുന്നത് എന്തൊക്കെ കാഴ്ചകളാ? മരങ്ങൾ കാണുന്നു. പിന്നെ എന്ത് കാണുന്നുണ്ട്? പുഴകൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടോ? തൊട്ടിലിൽ കിടന്ന് നോക്കുമ്പോ കാണാൻ ഭംഗിയുണ്ടോ? അപ്പൊ പിങ്കു അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ മരങ്ങളും പുഴയും ഒക്കെ എത്ര ചെറുതാണെന്ന് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ പക്ഷികൾക്ക് മാത്രമേ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷിയായതിൽ, പ്രത്യേകിച്ച് ഒരു ദേശാടനക്കിളി ആയതിൽ അവന് ഏറെ അഭിമാനം തോന്നി. പിങ്കുവിനിപ്പോ എന്ത് തോന്നി? വലിയ സന്തോഷം തോന്നി. ദേശാടനക്കിളി ആയതുകൊണ്ടല്ലേ പിങ്കുവിന് ഇങ്ങനെ പറക്കാനായി പറ്റിയത്. ഇനി നമുക്ക് നോക്കാം. പിങ്കുവിനെ അമ്മ തൊട്ടിലിൽ കിടത്തി കൊണ്ടുപോയപ്പോഴേ അമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്ന് അറിയാമോ? എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അമ്മ എന്തായിരിക്കും പറഞ്ഞത്? ആകാശത്ത് ഒരു തൊട്ടിലിൽ പിങ്കുവിനെ കടിച്ചു പിടിച്ച് അമ്മ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അമ്മ അവനോട് എന്തായിരിക്കും പറഞ്ഞത്? ആരാ അത് പറഞ്ഞ? നല്ലൊരു കയ്യടി കൊടുക്കണം ആ മിടുക്കൻ. എന്താ പറഞ്ഞത്? സംസാരിക്കില്ലേ പിങ്കു? സംസാരിച്ചാൽ എന്ത് പറ്റും? താഴെ വീഴുമല്ലേ, അപകടം പറ്റുമല്ലേ. കാരണം അമ്മ തൊട്ടിൽ എന്ത് ചെയ്തിരിക്കുക? കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ പിങ്കു എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഉയരത്തിലേക്ക്. ഇപ്പോൾ ഭൂമി ഒരു പച്ച തുണി വിരിച്ച പോലെയുണ്ട്. ഒന്നും വ്യക്തമല്ല. കാറ്റിന്റെ ചൂളം വിളിയും പക്ഷികളുടെ ചിറകടിക്കുന്ന ശബ്ദവും മാത്രം. പിന്നെ ഈ പക്ഷിക്കൂട്ടത്തിനൊരു നേതാവുണ്ട് കേട്ടോ. ആ നേതാവിനെ എന്താ വിളിക്കുന്നതെന്നറിയോ? മൂപ്പൻകിളി. എന്താ വിളിക്കുന്നേ? മൂപ്പൻകിളി. മൂപ്പൻകിളിയുടെ ചിറകടി ശബ്ദം മാത്രം വേറിട്ട് കേൾക്കുന്നുണ്ട്. മറ്റെല്ലാവരുടെയും ചിറകടിക്ക് ഒറ്റ താളം. ഇതാണോ അമ്മ പറഞ്ഞ രസകരമായ യാത്ര? ഒരു രസവും ഇല്ല. ആർക്ക് തോന്നി? നമ്മുടെ പിങ്കുവിന് തോന്നി. പിങ്കുവിന് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചാൽ നിങ്ങൾ എങ്ങനെയാ അത് കാണിക്കുന്നത്? നിങ്ങളുടെ മുഖത്ത് ഒരു രസവും ഇല്ല. ബോറടിക്കുന്നില്ലെന്നോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ നമ്മുടെ പിങ്കു പറയാണ്, അമ്മയോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പിങ്കു ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ബോറടിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നും? ദേഷ്യം വരും. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ.
ഇവരോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കില്ലെന്ന്. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്ത് പറ്റും? പിങ്കു താഴെ പോകും. മകൻ വാക്ക് തെറ്റിക്കുന്നത് കണ്ട് അമ്മക്ക് കലശലായ കോപം വന്നു. അവർ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? പിങ്കുവിന് പെട്ടെന്നാണ് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർമ്മ വന്നത്. എന്താണ് ആ വാക്ക്? പറക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അല്ലേ? തന്റെ പ്രവൃത്തിയിൽ അവൻ അതിയായ സങ്കോചം തോന്നി. ഓ, അമ്മ പറഞ്ഞത് ഞാൻ മറന്നുപോയല്ലോ, ഞാൻ അനുസരണക്കേട് കാട്ടിയല്ലോ എന്ന് ആർക്ക് തോന്നി? നമ്മുടെ പിങ്കുവിന് തോന്നി. ജാള്യത മൂലം അവൻ അമ്മയുടെ മുഖത്ത് പോലും നോക്കാതെ നല്ല കുട്ടിയായി തൊട്ടിലിൽ കമഴ്ന്ന് കിടന്നു. എല്ലാ പിങ്കുമാരും ഒന്ന് തൊട്ടിലിൽ കമഴ്ന്ന് കിടന്നു നോക്കട്ടെ. എല്ലാവരും തൊട്ടിലിൽ, ചിലർക്ക് തറയിൽ കമഴ്ന്ന് കിടക്കുവാണ്. പിങ്കു ആകാശത്തിലാണ്. അത് മറന്നുപോയോ? എത്ര നേരമെന്ന് വെച്ചാ തൊട്ടിലിൽ വെറുതെ കിടക്കുക? അവന് വീണ്ടും ബോറടിക്കാൻ തുടങ്ങി. തൊട്ടിയിൽ കിടന്ന് പിങ്കു ഒരു പാട്ട് പാടാൻ തുടങ്ങി. എന്ത് പാട്ടായിരുന്നറിയാമോ? ആദ്യത്തെ ആകാശയാത്ര, എന്റെ ആദ്യത്തെ ആകാശയാത്ര, തള്ളിപ്പോയി ആകാശയാത്ര. എങ്ങനെ പാട്ട്? നിങ്ങൾ കൂടെ പാടുവോ? ആദ്യത്തെ ആകാശയാത്ര, ആദ്യത്തെ ആകാശയാത്ര, എന്റെ ആദ്യത്തെ ആകാശയാത്ര, എന്റെ തള്ളിപ്പോയി ആകാശയാത്ര. ഉറക്കെ പാടുവോ? ഇനി നിങ്ങൾ പാടി, ഞാനൊന്ന് കേൾക്കട്ടെ. ഉറക്കെ പാടണം, എങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ. പാടിക്കേ. ആദ്യത്തെ ആകാശയാത്ര, എന്റെ ആദ്യ